നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. നമ്മുടെ മനസ്സ് ഒരു കേരളത്തിലെ കായലിനെ പോലെയാണ്. ശാന്തമായിരിക്കുമ്പോൾ മനോഹരവും വിചലനങ്ങൾ ഉണ്ടാകുമ്പോൾ കലങ്ങി മറിയുന്നതും. ഇന്ന് നമ്മുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം, വിചലനങ്ങളെ എങ്ങനെ ഒഴിവാക്കാമെന്ന് മഹാനായ ചാണക്യന്റെ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പഠിക്കാം. ചാണക്യൻ അവന്റെ അർത്ഥശാസ്ത്രത്തിലൂടെയും നീതിശാസ്ത്രത്തിലൂടെയും മനസ്സിന്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് വഴികാട്ടിയാണ്. മലയാളി ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മൾക്ക് ഈ പാഠങ്ങൾ ഒരു വഴിവിളക്കാണ്. തയ്യാറാണോ? കഥയുടെ തുടക്കം. ശ്യാമിന്റെ വിചലനങ്ങൾ. കേരളത്തിലെ ഒരു തിരുവനന്തപുരത്തെ തിരക്കേറിയ ജീവിതത്തിൽ ശ്യാമെന്ന 35 വയസ്സുള്ള ഒരു യുവാവ് ജീവിച്ചിരുന്നു. ഒരു IT പ്രൊഫഷണൽ, ഭാര്യ, 2 കുട്ടികൾ, ഒരു വീട്. പുറമെ എല്ലാം തികഞ്ഞതായിരുന്നു. പക്ഷേ ശ്യാമന്റെ മനസ്സൊരു കാടായിരുന്നു. ജോലിയുടെ സമ്മർദ്ദം, സോഷ്യൽ മീഡിയയുടെ വിചലനങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എല്ലാം അവന്റെ ശ്രദ്ധയെ തികറിച്ചു. ഒരു ദിവസം ഒരു പഴയ സുഹൃത്ത് ശ്യാമിനോട് ചാണക്യന്റെ നീതിശാസ്ത്രം വായിക്കാൻ നിർദ്ദേശിച്ചു. അവിടെ നിന്നാണ് ശ്യാം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള യാത്ര തുടങ്ങിയത്. ഗുണം 1: ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചാണക്യൻ പറഞ്ഞു, ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവൻ മാത്രമേ വിജയിക്കൂ. മനസ്സിനെ നിയന്ത്രിക്കാൻ ആദ്യം നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം വ്യക്തമാക്കുക. ഒരു മലയാളി മത്സ്യത്തൊഴിലാളി തന്റെ വലയെ കടലിലേക്ക് എറിയുന്നതുപോലെ നിന്റെ മനസ്സിനെ ഒരു ലക്ഷ്യത്തിലേക്ക് എറിയുക. നിന്റെ ജീവിതത്തിൽ ഇതെങ്ങനെ ഉൾപ്പെടുത്താം? ഒരു കടലാസിൽ നിന്റെ പ്രധാന ലക്ഷ്യം എഴുതുക. ഒരു പുതിയ ജോലി, കുടുംബസന്തോഷം, അല്ലെങ്കിൽ മനസ്സിന്റെ ശാന്തി. ഓരോ ദിവസവും രാവിലെ 5 മിനിറ്റ് ആ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഒരു ഓണപ്പൂക്കളം ഒരുക്കുന്നതുപോലെ ശ്രദ്ധയോടെ. ഗുണം 2: ശ്വാസത്തിന്റെ ശക്തി. ചാണക്യന്റെ നീതിശാസ്ത്രത്തിൽ മനസ്സിനെ ശാന്തമാക്കാൻ ശ്വാസത്തിന്റെ ശക്തി ഉപയോഗിക്കണമെന്ന് പറയുന്നു. ശ്യാം തന്റെ ഓഫീസിലെ തിരക്കിനിടയിൽ 10 ശ്വാസങ്ങൾ എണ്ണി ശാന്തനായി. ഒരു മലയാളി നദിയുടെ തീരത്ത് നിൽക്കുന്നതുപോലെ ശ്വാസം നിന്റെ മനസ്സിനെ തിരികെ കൊണ്ടുവരും. ഈ ശക്തി ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം? ദിവസവും 5 മിനിറ്റ് ശ്വാസം ശ്രദ്ധിക്കുക. ആഴത്തിൽ ശ്വസിക്കുക, പതുക്കെ വിടുക. സമ്മർദ്ദം തോന്നുമ്പോൾ 10 സെക്കൻഡ് ശ്വാസമെണ്ണുക. ഒരു നിലവിളക്കിന്റെ ശാന്തിയോർത്ത്. ഗുണം 3: വിചലനങ്ങളെ തിരിച്ചറിയുക. നിന്റെ ശത്രുവിനെ അറിഞ്ഞാൽ മാത്രമേ നിനക്ക് വിജയിക്കാനാകൂ. വിചലനങ്ങൾ, സോഷ്യൽ മീഡിയ, അനാവശ്യ ചിന്തകൾ അല്ലെങ്കിൽ പരിഭവങ്ങൾ നിന്റെ മനസ്സിന്റെ ശത്രുക്കളാണ്. ശ്യാം തന്റെ ഫോൺ ഉപയോഗം കുറച്ചപ്പോൾ മനസ്സിന്റെ വ്യക്തത കണ്ടെത്തി. ഈ ശത്രുക്കളെ എങ്ങനെ തോൽപ്പിക്കാം? ഒരു ദിവസം നിന്റെ വിചലനങ്ങൾ എഴുതുക. ഫോൺ, TV അല്ലെങ്കിൽ അനാവശ്യ സംഭാഷണങ്ങൾ. ഓരോ ദിവസവും 1 മണിക്കൂർ ഫോൺ രഹിത സമയമുണ്ടാക്കുക. ഒരു മലയാളി ഗ്രാമത്തിന്റെ ശാന്തിയിൽ മുഴുകുന്നതുപോലെ. ഗുണം 4: സമയത്തിന്റെ മൂല്യം. ചാണക്യൻ പറഞ്ഞു, സമയം ഒരിക്കലും തിരികെ വരില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ നിന്റെ സമയത്തെ ഒരു മലയാളി കർഷകൻ തന്റെ വയലിനെ പരിപാലിക്കുന്നതുപോലെ ശ്രദ്ധിക്കുക. ശ്യാം തന്റെ ദിനചര്യ ഒരു ഡയറിയിൽ എഴുതി വിചലനങ്ങൾ കുറച്ചു. ഈ ശീലം എങ്ങനെ വളർത്താം? ഒരു ദിവസത്തെ ഷെഡ്യൂൾ തയ്യാറാക്കുക. ജോലി, കുടുംബം, സ്വയം പരിചരണം എന്നിവയ്ക്ക് സമയം നീക്കിവെക്കുക. ഓരോ രാത്രിയും 5 മിനിറ്റ് നിന്റെ ദിവസം വിലയിരുത്തുക. നീ എവിടെ ശ്രദ്ധ നഷ്ടപ്പെട്ടു? ഗുണം 5: ശാന്തമായ മനസ്സിന്റെ ശക്തി. ചാണക്യൻ പറഞ്ഞു, ശാന്തമായ മനസ്സ് ഒരു രാജാവിന്റെ ശക്തിയാണെന്ന്. ധ്യാനം മനസ്സിനെ ഒരു കേരളത്തിലെ താമരപ്പൂവിനെപ്പോലെ ശുദ്ധമാക്കും. ശ്യാം ഓരോ ദിവസവും 10 മിനിറ്റ് ധ്യാനം തുടങ്ങി. തന്റെ ചിന്തകളെ നിയന്ത്രിച്ചു. ഈ ശാന്തി എങ്ങനെ കണ്ടെത്താം? ഒരു ശാന്തമായ മുറിയിൽ 10 മിനിറ്റ് ധ്യാനിക്കുക. നിന്റെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു മന്ത്രം പോലെ ഞാൻ ശാന്തനാണ് എന്ന് ആവർത്തിക്കുക. ഒരു ഓണസദ്യയുടെ ശാന്തിയോർത്ത്. കഥയുടെ അവസാനം. ശ്യാമിന്റെ പരിവർത്തനം. ചാണക്യന്റെ ഈ 5 ഗുണങ്ങൾ, ലക്ഷ്യത്തിൽ ശ്രദ്ധ, ശ്വാസത്തിന്റെ ശക്തി, വിചലനങ്ങളെ തിരിച്ചറിയൽ, സമയത്തിന്റെ മൂല്യം, ശാന്തമായ മനസ്സ് എന്നിവ ശ്യാമിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അവന്റെ മനസ്സ് ഒരു കലങ്ങിയ കായലിൽ നിന്ന് ശാന്തമായ ഒരു തടാകമായി. ജോലിയിൽ അവൻ കൂടുതൽ ശ്രദ്ധാലുവായി. കുടുംബത്തോടൊപ്പം സന്തോഷം കണ്ടെത്തി. സ്വന്തം ഹൃദയത്തിൽ ശാന്തി നിറച്ചു. അവസാന വാക്കുകൾ. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വഴിവിളക്കാണ്. പ്രിയ മലയാളി സുഹൃത്തുക്കളെ, നിങ്ങളുടെ മനസ്സ് ഒരു താമരപ്പൂവാണ്. ശരിയായ പരിചരണത്തോടെ അത് വിടരും. ചാണക്യന്റെ ജ്ഞാനം നിങ്ങളുടെ ജീവിതത്തെ ഒരു വിളക്കിന്റെ വെളിച്ചം കൊണ്ട് നിറയ്ക്കും. 25 വയസ്സുള്ള ഒരു യുവാവിന്റെ തിരക്കുകൾക്കിടയിലോ 65 വയസ്സുള്ള ഒരു മുതിർന്ന വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളിലോ ഈ ഗുണങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഒരു ഡയറിയിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക.
ഓരോ ദിവസവും 10 മിനിറ്റ് ശ്വാസം ശ്രദ്ധിക്കുക. നിന്റെ വിചലനങ്ങൾ കുറയ്ക്കുക. ഒരു ശാന്തമായ ഗ്രാമത്തിന്റെ ശാന്തിയോർത്ത് നിങ്ങളുടെ മനസ്സിനെ ശക്തിയാക്കൂ. പ്രിയ സുഹൃത്തുക്കളെ, ചാണക്യന്റെ ഈ ജ്ഞാനം നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കുടുംബവുമായും സുഹൃത്തുക്കളുമായും ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി ബെൽ ഐക്കൺ ഓൺ ചെയ്യൂ. കമന്റ് ബോക്സിൽ എഴുതൂ, ചാണക്യന്റെ ഏതു പാഠം നിന്നെ ഏറ്റവും സ്വാധീനിച്ചു? ഞങ്ങളോട് പറയൂ. നമസ്കാരം.